ഇന്നലത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഞങ്ങൾ കുഞ്ഞാറ്റയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നാഷണൽ ആന്തമൊക്കെ കഴിഞ്ഞു. വൈദ്യ ജനിച്ചതിന് ശേഷം ഞാൻ ഒരു തവണ മാത്രമേ കുഞ്ഞാറ്റേനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ. ഞങ്ങളെ കാണുമ്പോൾ കുഞ്ഞപ്പൻ്റെ റിയാക്ഷൻ എന്താവുമെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ ഈ കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുന്നത്. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുഞ്ഞപ്പൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ കണ്ടതും ആൾ ഭയങ്കര ഹാപ്പി ആയേ. പ്രത്യേകിച്ച് കുഞ്ഞാവയെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇതിയുടെയും കുഞ്ഞപ്പൻ്റെയും സന്തോഷം കണ്ടാൽ തോന്നുന്നു അവർ കുറച്ചധികം നാളായിട്ട് കാണാതിരുന്നിട്ട് കണ്ട ഒരു മട്ടാണ്. അങ്ങനെ കുറച്ചധികം സമയം തന്നെ നമ്മൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു. കാരണം നാളെ കുഞ്ഞിൻ്റെ കിഡ്സ് ഫെസ്റ്റ് ആണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞിന് വാങ്ങിച്ച തത്തമ്മ. ഇനി ഒരു കൂടൊക്കെ സെറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ചധികം വർഷം പഴക്കമുള്ള ചിലങ്ക. പിന്നെ ഞാൻ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തേച്ച് മാറ്റി വെക്കുവാണ്. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ എല്ലാം കൂടെ അതിൽ ധൃതിപ്പെടുന്നുണ്ടല്ലോ. തലയിൽ വെക്കാനുള്ള പൂവൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഒരു റെഡ് കളറ് ക്ലോത്ത് എടുത്തിട്ട് പിന്നെ അത് പൂവിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്ത് ഞാൻ കൊരുത്തൊക്കെയാണ് കേട്ടോ ഈ ഒരു രീതിയിലാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ജസ്റ്റ് വൺ ഡേ യൂസിനല്ലേ, നമ്മൾ ഒരുപാട് പ്രൊഫഷണലായിട്ട് കളിക്കാനൊന്നും പോകുന്നതല്ല. മോളുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ഒരു ഡാൻസ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ തവണ അതുപോലെ തന്നെയായിരുന്നു. മോള് ഡാൻസ് പഠിക്കുന്നതൊന്നുമില്ല, ജസ്റ്റ് അവളൊന്ന് യൂട്യൂബിൽ നോക്കി കണ്ട് പഠിച്ച് അങ്ങനെ പെർഫോം ചെയ്യുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, മോൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ മോളുടെ ഫ്രണ്ട്, സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നന്ദിനിക്ക്. അങ്ങനെ പ്രൈസൊക്കെ വാങ്ങിച്ച് അതൊക്കെ നോക്കിയിരിക്കുവാണ്. പിന്നെ ഒരു ആക്ഷൻ സോങ്ങിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമെല്ലാം അവസാനിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ.